രാജ്യത്തിന്റെ ഭരണനിർവഹണ ശ്രീകോവിലുകളിൽ ഒരു വിശാലമായ ചർച്ചക്ക് പോലും അവസരം കൊടുക്കാതെ രാജ്യത്തുള്ള പ്രതിപക്ഷ കക്ഷികളെ പോലും നിശബ്ദമാക്കി കളഞ്ഞ് ഒരൊറ്റ സമയം കൊണ്ട് ആ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സകലമാന അവകാശങ്ങളും ആ സംസ്ഥാനത്തിന്റെ സകലമാന അവകാശങ്ങളും കവർന്നെടുത്ത് ആ രാജ്യത്ത് തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ എല്ലാ പഴുതുകളും ഉപയോഗപ്പെടുത്തി അക്രമം നടത്തുമ്പോ ആ തീവ്രവാദികൾക്കെതിരെ നിന്നുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയുടെ കൂടെ ആവർത്തിച്ചു ചേർന്ന് നിന്ന് പലപ്പോഴും തീവ്രവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ ആ ഭീഷണികളെയും പീഡനങ്ങളെയും നേരിടേണ്ടി വന്ന ജമ്മു കാശ്മീരിലെ 3 മുഖ്യമന്ത്രിമാരാണ് ഒരൊറ്റ രാത്രി കൊണ്ട് സൂര്യപ്രകാശം കാണാത്ത തടങ്കലിൽ അകപ്പെട്ടു പോയത്. ആ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒറ്റ നിമിഷം കൊണ്ടാണ് ആ രാജ്യത്തിന്റെ നിയമങ്ങള് കേരളത്തിന് പോലും ഇല്ലാത്ത കേരളത്തിന് പോലുമുള്ള നിയമങ്ങള് ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് പലതിനുമുള്ള നിയമങ്ങൾ പോലും പൂർണ്ണമായി നൽകപ്പെടാത്ത രീതിയിൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ നിഷ്ക്രിയമായി മാറ്റിയെന്ന് മാത്രമല്ല ആ രാജ്യത്തെ ഭരണാധികാരികളായ 3 മുഖ്യമന്ത്രിമാരും വീട്ടുതടങ്കലിലാക്കിയെന്ന് മാത്രമല്ല ഇന്നും ആ ഭരണാധികാരികൾ പുറം ലോകം കാണാതെ വെറും അകാരണമായി വീട്ടുതടങ്കലിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ഒരു സ്വച്ഛാധിപതിയുടെ കയ്യിലാണ്, രാജ്യം ഒരു ഏകാധിപതിയുടെ കയ്യിലാണ് എന്ന് ആവർത്തിച്ച് രാജ്യത്തെ പൗരന്മാരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ നടപടികളിലൂടെയെല്ലാം ഫാസിസ്റ്റ് ഗവൺമെന്റ് ചെയ്തു തീർത്തത്. ഇനിയും സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, ജനാധിപത്യ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ ഔദ്യോഗികമായ സംവിധാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾക്ക് സ്വതന്ത്രമായി നിയമവിധേയമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെങ്കിൽ ആ ജമ്മു കാശ്മീരിന്റെ കവലകളിൽ ആ നിയമം എടുത്തു മാറ്റിയതിനെതിരെ സ്വതന്ത്രമായി രാജ്യത്തിന് നിയമവിധേയമായി വിധേയപ്പെട്ടുകൊണ്ട് ഒരു റാലി നടത്തുവാനോ പ്രതിഷേധിക്കുവാനോ ശബ്ദിക്കുവാനോ പോലെയുള്ള അധികാരം ഈ രാജ്യത്ത് അംഗീകാരം നൽകപ്പെട്ട ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ സംഘടനകൾക്ക് ഇന്ന് വരെ നൽകപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവസാനം ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിന്റെ ഭൂമിക പോലെ ആ സംസ്ഥാനത്തിന്റെ തെരുവുകളിൽ വേട്ടയാടപ്പെടുന്ന ചുറുചുറുക്കുള്ള കാശ്മീരികളുടെ കഥയായിരുന്നു അടുത്ത കാലം വരെ കാശ്മീരിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നതെങ്കിൽ ഇന്ന് ആ കാശ്മീരിൽ നിന്നൊരു വാർത്ത പോലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിലാണ് ജമ്മു കാശ്മീരിന്റെ കവാടങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി അടക്കപ്പെട്ടുകൊണ്ട് ആ കാശ്മീർ സ്വച്ഛാധിപതികളുടെ കയ്യിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ജനാധിപത്യ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങളുടെ ആണിക്കൽ അടർത്തി മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഈ രാജ്യം പിന്നെ നിലനിൽക്കുകയില്ല. രണ്ടാമതായി രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മതേതരത്വമാണ്. ആ മതേതരത്വത്തിൽ നിന്ന് ഏക ആശയത്തിൽ അധിഷ്ഠിതമായ മതരാഷ്ട്രവാദത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ആദ്യമായി വേട്ടയാടേണ്ടത് ഈ രാജ്യത്തെ പ്രഗത്ഭരായ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയാണെന്ന് രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണാധികാരികൾ അറിയാം. അതിനുവേണ്ടി ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വംശീയമായി ഹത്യ നടത്താനുള്ള ഈ രാജ്യത്തെ മുസ്ലിം പൗരന്മാരെ കുകൃതിക്ക് കൊടുക്കാനുള്ള ചില കെണിവലകൾ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ ആവിഷ്കരിച്ചു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവട്ടുപടിയാണ് RSSന്റെ ശാഖകളിൽ നിന്ന് ആവിഷ്കരിച്ചെടുത്ത മനുഷ്യത്വ വിരുദ്ധമായ വേട്ടയാടലുകൾക്ക് ഈ രാജ്യത്തിന്റെ കവലകളിൽ മുസ്ലിം പൗരന്മാരെ വിധേയമാക്കപ്പെടുന്നതിന് വേണ്ടി രാജ്യത്തെ ഭരണാധികാരികൾ എറിഞ്ഞുകൊടുത്ത ചൂണ്ടുവലകയായിരുന്നു ഗോവധ നിരോധനത്തിന്റെ പേരിൽ രാജ്യം കണ്ടത്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോവധം എന്നത് അവരുടെ മതത്തിന്റെ പ്രധാനപ്പെട്ട ഒരാശയമല്ല. ഈ രാജ്യത്ത് പശുക്കളെ കൊല്ലണമെന്നത് അല്ലെങ്കിൽ കാളകളെ അറുക്കണമെന്നത് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായ കൃത്യമായ ഒരു ശാസനയല്ല. എന്നിട്ടും മതത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ വേട്ടയാടാൻ രാജ്യത്തുള്ള കവലകളിൽ ആയിരക്കണക്കായ ഫാസിസ്റ്റ് ഭീകരവാദികള് ഓരോ മനുഷ്യരെ തെരഞ്ഞുപിടിച്ച് കവലകളിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് രാജ്യത്ത് പേപ്പട്ടിയെപ്പോലും കൊല ചെയ്യാൻ പാടില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ കവലകളില് ഈ രാജ്യത്തൊരു പൂച്ച ചത്തുപോയാൽ ഈ രാജ്യത്ത് മുതലക്കണ്ണീരൊഴുക്കുന്ന അഹിംസാവാദികളായ ഭരണാധികാരികളുള്ള ഇന്ത്യയിലാണ് 19ഓളം വരുന്ന മുസ്ലിം പൗരന്മാരെ രാജ്യത്തിന്റെ തെരുവുകളിൽ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നതിനേക്കാൾ ലാഘവത്തോടെ കൊല ചെയ്തത് എന്ന് സഹോദരന്മാരെ നമ്മൾ
ചേർത്തി വായിക്കേണ്ടതുണ്ട്. മതേതര രാജ്യത്തിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ പ്രബലമായ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആദ്യം നശിപ്പിക്കുകയും വംശഹത്യ നടത്തുകയും ചെയ്യണമെന്ന അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു ഇത് കൊണ്ടുവന്നതെങ്കിൽ പിന്നീട് നമ്മൾ ഈ ഭരണകൂടത്തിൽ നിന്ന് കാണുന്നത് അനാവശ്യമായ പ്രലോഭനങ്ങളും മുസ്ലിം സമുദായത്തിന് വേണ്ടിയുള്ള മുതലക്കണ്ണീരുകളുമാണ് ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ കണ്ടത്. അതായിരുന്നു രാജ്യത്തുള്ള മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്തണമെന്ന വ്യാജേന രാജ്യത്ത് കൊണ്ടുവന്ന മുത്തലാഖ് ബിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു പ്രലോഭനമായിരുന്നു. വേദനിക്കുന്ന യാതനകൾ അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് സുരക്ഷിതത്വ ബോധം നൽകാനാണ് മുത്തലാഖ് ബില്ല് നിർമ്മിച്ചെടുക്കുന്നത് എന്ന് രാജ്യത്തെ മുസ്ലിമീങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഭരണകൂടം വിളിച്ചു പറയുമ്പോ ഫാസിസ്റ്റ് ഭരണാധികാരികൾ മുസ്ലിം ഇന്ത്യയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമുക്ക് തീർത്തു പറയാനുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരന്റെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും തലകുനിക്കാത്ത വാരിയങ്ങുന്നന്റെ പിന്തലമുറക്കാരായിരുന്നു ഫാസിസ്റ്റുകളുടെ ഈ നിയമനിർമ്മാണങ്ങളെ നോക്കിക്കണ്ടത് എന്നതായിരുന്നു. സഹോദരന്മാരെ, വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി, ആ വാരിയങ്കുന്നനെ ബ്രിട്ടീഷുകാർ ഇവിടെ എല്ലാ നിലക്കും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തോളം വാരിയങ്കുന്നൻ ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയപ്പോൾ ആ വാരിയങ്കുന്നന്റെ മുമ്പിലേക്ക് ബ്രിട്ടീഷുകാർ സഹോദരന്മാരെ ചില സമന്വയങ്ങളുമായി കടന്നു വരികയാണ്. എന്തായിരുന്നു ബ്രിട്ടീഷുകാർ വാരിയങ്കുന്നനോട് പറഞ്ഞത്? തന്റെ കൂട്ടുകാരനായ ഉണ്ണിയാലി മുസ്ലിയാരെ ആ വാരിയങ്കുന്നന്റെ മുമ്പിലേക്ക് ബ്രിട്ടീഷുകാർ പറഞ്ഞയക്കുന്നത് എന്തിനാണ്? വാരിയങ്കുന്നനെ എങ്ങനെയെങ്കിലും നാടുകടത്തണം. ആ വാരിയങ്കുന്നനെ പിടികൂടുവാനും നശിപ്പിക്കുവാനും നാടുകടത്താനും കഴിയാത്ത രീതിയിൽ വന്നപ്പോ വാരിയങ്കുന്നനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് കൈവശപ്പെടുത്തി ശല്യം തീർക്കാൻ ഉണ്ണിയാലി മുസ്ലിയാരെ വാരിയങ്കുന്നന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഉണ്ണിയാലി മുസ്ലിയാർ വാരിയങ്കുന്നന്റെ മുമ്പ് ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞഹമ്മദാജി, അങ്ങയോട് ബ്രിട്ടീഷുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ മക്കയിലേക്ക് നാടുകടത്തുകയാണ്. മക്ക നമുക്കറിയാം നമ്മുടെ വികാരമാണ്. മക്കയും മദീനയും നമ്മുടെ വികാര വിചാര വിശ്വാസത്തിന്റെ സമ്പൂർണതയാണ്. വാരിയങ്കുന്നന്റെ മുമ്പിൽ ഉണ്ണിയാലി മുസ്ലിയാർ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ബ്രിട്ടീഷുകാരൊന്നും ചെയ്യുകയില്ല എന്നാ പറയുന്നത്. നിങ്ങളെ മക്കയിലേക്ക് നാടുകടത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഏതൊരു വിശ്വാസിയുടെയും മനതലങ്ങൾ മക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതുകൊണ്ട് ആ പ്രലോഭനത്തിൽ ബന്ധപ്പെട്ട് മാതൃരാജ്യ സ്നേഹത്തിന് വേണ്ടി സ്നേഹത്തിൽ അധിഷ്ഠിതമായ പോരാട്ടത്തിൽ നിന്ന് വാരിയങ്കുന്നന്റെ ശല്യം തീർക്കാമെന്ന് കരുതിയ ആ ബ്രിട്ടീഷുകാരുടെ പ്രലോഭനത്തിന്റെ മുമ്പിൽ വാരിയങ്കുന്നൻ തന്റെ മുമ്പിൽ കടന്നു വന്ന ഉണ്ണിയാലി മുസ്ലിയാരുടെ ഓഫർ കേൾക്കുമ്പോ ആ ഉണ്ണിയാലി മുസ്ലിയാരുടെ മുമ്പിൽ സ്വതന്ത്രമായി സ്വസ്ഥമായി ഒന്ന് പൊട്ടിച്ചിരിച്ച് ഉണ്ണിയാലി മുസ്ലിയാരെ തിരിച്ചയക്കുകയാണ്. പിന്നീട് ഒരിക്കൽ വാരിയങ്കുന്നനെ ചതിയിലൂടെ ബ്രിട്ടീഷുകാർ കെണിയിലകപ്പെടുത്തി അറസ്റ്റ് ചെയ്യുമ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട വാരിയങ്കുന്നൻ ബ്രിട്ടീഷ് കളക്ടറായ ഗോളിയോടോ DSP ആയ ഹിച്ചുകോക്കിനോടും DYSP ആയ ആമുവിനോടും മഹാനായ വാരിയങ്കുന്നം പറഞ്ഞു, അല്ലയോ ബ്രിട്ടീഷുകാരെ, നിങ്ങളുടെ മുഴുവൻ ചതികളും ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ മുഴുവൻ കെണിവലകളും ഞങ്ങൾക്കറിയാം. എന്റെ വിശ്വാസത്തിന്റെ വികാരമായ മക്കയെ മുമ്പിൽ വെച്ച് എന്നെ പ്രലോഭിപ്പിച്ച് രാജ്യസ്നേഹത്തിന്റെ പേരിൽ ഞാൻ ഇറങ്ങിത്തിരിച്ച ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ നിന്ന് എന്നെ നാടുകടത്താൻ ശ്രമിച്ച നിങ്ങളുടെ ചതിയും വഞ്ചനയും തിരിച്ചറിഞ്ഞവനാണ് ഈ വാരിയങ്കുന്നന്. എന്നാൽ ഒരു കാര്യം കേട്ടോളൂ, മക്ക എന്റെ വികാരമാണ്, മക്കയിൽ ഞാൻ ഒടുങ്ങണമെന്നത് എന്റെ ആഗ്രഹമാണ്. പക്ഷേ ആ മക്ക എന്റെ മുമ്പിൽ ഒരു പ്രലോഭനമായി നിങ്ങൾ കൊണ്ടുവരുന്നുവെങ്കിൽ, രാജ്യസ്നേഹത്തിന്റെ മുമ്പിൽ നിന്ന് മക്ക എന്ന വികാരം വെച്ച് എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ, ഓ പ്രിയപ്പെട്ട ബ്രിട്ടീഷുകാരാ, ഈ വാരിയങ്കുന്നൻ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ഒടുങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പൗരത്വ ബില്ലെന്ന് പറയുന്ന കിംബാച്ചി കാണിച്ച് വാരിയങ്കുന്നന്റെ പിന്തലമുറക്കാര് ഈ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷുകാരന്റെ പിന്തലമുറക്കാരായവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മണ്ണിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, മണ്ണിലേക്ക് ഒരു ദിവസം മടങ്ങുമെന്ന് ഉറപ്പിച്ചവരാണ് ഞങ്ങൾ. ആ മടങ്ങുന്ന മണ്ണ് ഇന്ത്യ രാജ്യത്തിന്റെ വിശുദ്ധ മണ്ണായിരിക്കുമെന്ന് അവരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫാസിസ്റ്റുകള് രാജ്യത്തെ മുസ്ലിമീങ്ങളെ പ്രലോഭിപ്പിക്കാൻ വരികയാണ്.
ആ പ്രലോഭനത്തിൽ വീഴുമെന്നാണ് അവർ കരുതിയത്. ആ മുത്തലാഖ് ബില്ല് നിർമ്മിച്ചെടുത്തു. എന്തായിരുന്നു മുത്തലാഖ് ബില്ല് എന്ന് പറയുന്നത്? രാജ്യദ്രോഹ കുറ്റം ചെയ്ത മനുഷ്യന്, ഈ രാജ്യത്തൊരു കള്ളനോട്ടടിച്ചവന് നൽകുന്ന കുറ്റം, രാജ്യവിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവന് നൽകുന്ന കുറ്റമാണ് 3 തൊലാഖും ചൊല്ലിയ ഒരു മുസ്ലിമിന് രാജ്യത്ത് നിർമ്മിച്ചെടുത്ത ചുട്ടെടുത്ത നിയമത്തിലൂടെ നൽകുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്തുള്ള സകലമാന കണക്കുകളും നമ്മെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നത് വിവാഹമോചനം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മുസ്ലിമീങ്ങളിലല്ല, മുസ്ലിമീങ്ങളല്ലാത്ത സമൂഹത്തിലാണ് ധാരാളമായി വിവാഹമോചനങ്ങൾ നടക്കുന്നത് എന്നിരിക്കെ കണക്കുകൾ അത് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിയിരിക്കെ ആ മതങ്ങൾക്കൊന്നുമില്ലാത്ത നിയമമാണ് രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷിതത്വം പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കുന്ന ഫാസിസ്റ്റുകള് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അടുക്കളയിൽ ചുട്ടെടുത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതെങ്കിൽ ഇച്ചുകോക്കിന്റെ പ്രലോഭനം, മക്കയെ വെച്ച് പ്രലോഭിപ്പിക്കാമെന്ന ബ്രിട്ടീഷുകാരുടെ പ്രലോഭനം വലിച്ചെറിഞ്ഞ മുസ്ലിമീങ്ങൾക്ക് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതപരമായി വ്യക്തിപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രാജ്യത്തെ വ്യക്തിത്വ നിയമങ്ങൾ നമുക്ക് അനുവദിച്ചു തന്ന നിയമങ്ങളിൽ കൈകടത്താനുള്ള, മുസ്ലിം വ്യക്തി നിയമത്തിൽ കൈകടത്താനുള്ള ഫാസിസ്റ്റുകളുടെ ആദ്യത്തെ അജണ്ടയായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുകയാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന സമൂഹം, ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംസ്കാരം കുടുംബജീവിതമാണ്. ലോകത്തെവിടെയുമുള്ള ഇതര മതസ്ഥർ ഇസ്ലാമിനെ ഇന്ന് വാരിപ്പുണരുന്നത് ഭൗതികതയുടെ സകലമാന ആസക്തിയിലും ആടിത്തിമർത്ത പാശ്ചാത്യർ ഇന്ന് ഇസ്ലാമിന്റെ തീരങ്ങളിലേക്ക് കടന്നു വരുന്നത് കുടുംബം നഷ്ടപ്പെട്ട, സമൂഹത്തിന്റെ ആണിക്കല്ല് നഷ്ടപ്പെട്ട, അരക്ഷിതാവസ്ഥ പേറുന്ന മനതലങ്ങളിലേക്ക് കുടുംബജീവിതം നൽകുന്ന സമാധാന സൗന്ദര്യം കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. രാജ്യത്തെ നിയമ സംവിധാനങ്ങളിലൂടെ ആ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിയമമാണ് മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയ ഒരു രാജ്യത്ത്, ഈ രാജ്യത്ത് വിവാഹേതര ലൈംഗിക ബന്ധത്തെ അനുവദിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങള്, വിധി പ്രസ്താവനകളാണ് നമ്മൾ കാണുന്നത്. ഈ രാജ്യത്തിന്റെ മതേതര മുഖം തകർത്ത് വിവിധങ്ങളായ മതങ്ങളും സംസ്കാരങ്ങളും സംഗമിക്കുന്ന വൈവിധ്യ ഭൂമികയെ ഏകമുഖ മതരാഷ്ട്രവാദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടി പ്രബലമായ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. നമ്മുടെ സംസ്കാരത്തെ, രാജ്യം നമുക്ക് നൽകിയ വ്യക്തി നിയമ സ്വാതന്ത്ര്യത്തെ എല്ലാം കവർന്നെടുക്കാനുള്ള ശ്രമം രാജ്യത്തുള്ള ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ നടത്തിയെന്നു മാത്രമല്ല, ഒന്നൊന്നായി സമുദായത്തെ വേദനിപ്പിക്കുന്ന ഓരോ വാർത്തകൾ വരികയാണ്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി ഈ അടുത്താണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വർഷങ്ങളായി ഈ രാജ്യത്തിന്റെ മതേതര സൗകുമാര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപുരങ്ങളായി ലോകം നോക്കിക്കണ്ടതാണ് ബാബരി മസ്ജിദിന്റെ മിനാരങ്ങള്. ആ മിനാരങ്ങൾ കർസേവകർ തീർത്തും നിയമവിരുദ്ധമായി രാജ്യത്തെ സംഘികളും ഫാസിസ്റ്റുകളും ആ മിനാരങ്ങള് രാജ്യത്തിന്റെ നിയമപാലകരെ നോക്കുകുത്തികളായി തകർത്തെറിയുമ്പോൾ സഹോദരന്മാരെ, രാജ്യത്തെ മുസ്ലിമീങ്ങൾ പറഞ്ഞത് അമ്പലം തകർക്കപ്പെടാൻ പാടില്ലെന്നാണ്, അമുസ്ലിം ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നതാണ്. ഏതു സമയത്തും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സൗന്ദര്യത്തെ ആവിഷ്കരിച്ചെടുത്ത അഭിപ്രായങ്ങളും നിലപാടുകളുമാണ് രാജ്യത്തെ മുസ്ലിമീങ്ങളിൽ നിന്ന് രാജ്യം കണ്ടിട്ടുള്ളത്. ആ ബാബരി മസ്ജിദിന്റെ പ്രശ്നങ്ങള് നീണ്ട നിയമപരമായ പോരാട്ടങ്ങൾക്കൊടുവില് രാജ്യത്തിന്റെ ജുഡീഷ്യറി ഒരു വിധി പ്രസ്താവം നടത്തുകയാണ്. ആ വിധി പ്രസ്താവം കേട്ടപ്പോ നമുക്കൊക്കെ തോന്നിയത് പണ്ടൊരുത്തന്റെ മദ്യം പറച്ചിലാണ്. തന്റെ ഉമ്മയുടെ തൊള്ളയിലെ 28 പല്ലും തട്ടുമെന്ന് വിളിച്ചു പറഞ്ഞ മൂത്ത കാക്കയോട് ചെറിയ അനുജൻ പറഞ്ഞു, ഉമ്മയുടെ തൊള്ളയിൽ ഒറ്റ പല്ലിലും നീ തൊടില്ലെന്ന്. അപ്പോ നടുവിലെ ജ്യേഷ്ഠൻ വന്നിട്ട് രണ്ടാളുടെയും മുമ്പിൽ ഒരു മദ്യം പറഞ്ഞു. എന്തായിരുന്നു ആ മദ്യോ? നീ ഉമ്മയുടെ 28 പല്ല് തട്ടുമെന്ന് പറഞ്ഞത് മോശാണ്, എന്നാൽ നിന്റെ ജ്യേഷ്ഠനോട് ഒറ്റ പല്ലും തട്ടാൻ പാടില്ല എന്ന് പറഞ്ഞതും മോശാണ്. അതുകൊണ്ടൊരു 14 പല്ല് തട്ടിയിട്ട് ബാക്കി 14 അവിടെ നിർത്തണം എന്ന് പറഞ്ഞ മദ്യമാണ്. ആ ഒരു മസ്ലഹത്താണ് ആ വിധി കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയായത്. എന്നിട്ടും സഹോദരന്മാരെ, നമ്മൾ എന്താണ് ചെയ്തത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ജുഡീഷ്യറിയുടെ വിധി മറ്റൊന്നായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ തെരുവുകൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്തത്? രാജ്യത്തുള്ള മുസ്ലിം നേതാക്കളെ മുഴുവനും ഈ രാജ്യത്തിന്റെ നിയമമാണ്, രാജ്യത്തിന്റെ ഭരണഘടന തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ രാജ്യത്തെ ജുഡീഷ്യറിയുടെ വിധി പ്രസ്താവങ്ങളുടെ മൂല്യം
തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ രാജ്യം നിലനിൽക്കില്ലെന്നറിയുന്നവരാണ് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങള്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട ഒരു മണ്ണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം പര്യവസാനിക്കുന്നത് വരെ പരിശുദ്ധമാണെന്നിരുന്നിട്ട് പോലും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഇസ്ലാം പള്ളികൾ എന്താണോ ഉദ്ഘോഷിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ ബഹുദൈവാരാധനയ്ക്ക് വേണ്ടി ആ പള്ളി നിൽക്കുന്ന വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം രാജ്യത്തെ ജുഡീഷ്യറി അനുവദിച്ചു കൊടുക്കുമ്പോ എല്ലാ ബഹുമാനങ്ങളും സ്വീകരിച്ച് ആ നിയമത്തിന്റെ മുമ്പിൽ എല്ലാ ബഹുമാനങ്ങളും അംഗീകരിച്ച് ആ വിധി സ്വീകരിക്കുകയും ആ തുടർന്നുള്ള നിയമ നടപടികൾ എന്തൊക്കെയുണ്ട് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന തീർത്തും നിയമവിധേയമായ മാർഗമാണ് രാജ്യത്തെ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചത്. ഇങ്ങനെ ഒന്നൊന്നായി നമ്മൾ അനുഭവിക്കുമ്പോ സഹോദരന്മാരെ, അതിലേറ്റവും അവസാനത്തതാണ് പൗരത്വ ബിൽ എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കേട്ടുകഴിഞ്ഞു. ആ പൗരത്വ ബിൽ എന്ന് പറയുന്നതും രാജ്യത്തെ മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ മാത്രം പ്രതിസന്ധിയല്ല. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായി സാമൂഹിക വിഷയങ്ങളിലൊക്കെ നിരന്തരമായി ഇടപെടുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക്, ഒരു യുവജന സംഘടന എന്ന നിലക്ക് സമസ്ത കേരള സുന്നി യുവജന സംഘം ആ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഇറങ്ങി വരുന്നത് സംഘടനയുടെ സാമൂഹികമായ മറ്റു പരിപാടികളെ പോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഒരു മുസ്ലിം പ്രശ്നം എന്ന നിലക്ക് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടല്ല, അത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മലപ്പുറത്ത് സമസ്ത കേരള സുന്നി യുവജന സംഘം നടത്തിയ പ്രൗഢമായ വിപുലമായ പൗരത്വ ബില്ലിനെതിരെയുള്ള ആ വലിയ പ്രതിഷേധ പരിപാടിയിൽ രാജ്യത്തെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ആത്മാഭിമാനം നൽകുന്ന ഈ ഉമ്മത്തിന്റെ നവോത്ഥാന നായകൻ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവിടെ വെച്ച് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ രാജ്യത്ത് പൗരത്വ ബില്ലിനെതിരെ ഉയർന്നു വരുന്ന സകലമാന സമര പോരാട്ടങ്ങളുടെയും ഹെഡിംഗ് ആയിരുന്നു സുൽത്താനുൽ ഉലമ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത്. എന്തായിരുന്നു കാന്തപുരം ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞത്? ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ്. അഥവാ പൗരത്വ ബില്ലിലൂടെ നിർമ്മിച്ചെടുത്ത വിഭാഗീയമായ ചിന്ത എന്ന് പറയുന്നത് ഇന്ത്യ പാക് വിഭജന കാലത്ത് രാജ്യത്തെ ജനങ്ങളും രാജ്യവും അനുഭവിച്ച പ്രതിസന്ധി ഏതായിരുന്നു? സമാനമായ പ്രതിസന്ധിയാണ് ഈ രാജ്യത്തിന് ഈ ബില്ലിലൂടെ നൽകാൻ പോകുന്നത്. ഇന്ത്യ രാജ്യം ഇനിയും വിഭജിക്കപ്പെടുന്ന തലത്തിലേക്ക് കടന്നു പോവുകയാണ്. മതേതര രാജ്യത്തെ മതത്തിന്റെ പേരിൽ, ആ മതത്തിന്റെ പേരിൽ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്ന, മതേതര രാജ്യത്തും മതത്തിന്റെ കണ്ണ് വെച്ചുകൊണ്ട് പൗരത്വം നൽകപ്പെടുന്ന ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ആണിക്കല്ലിളക്കിയിട്ട് മതേതര രാജ്യത്തും മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വവും വോട്ടവകാശവും മറ്റ് അവകാശങ്ങളും നൽകപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മതപ്പതിച്ചു പോയാൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയമാണ് തകർക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ പൗരത്വ ബില്ല് രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് നൽകുന്ന കെടുതി എന്ന് നമ്മൾ അറിയണം. ആസാമിലാണ് അതാദ്യമായി നടപ്പിലാക്കാൻ തുടങ്ങിയത്. ആസാമിന് ചില പ്രാദേശികമായ പ്രത്യേകതകളുണ്ട്. ഒരുപാട് കുടിയേറ്റക്കാർ കടന്നു വന്ന ഒരു സംസ്ഥാനമാണ് ആസാം. ആ ആസാമില് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ കടന്നു വന്ന കുടിയേറ്റക്കാർക്ക് രാജ്യം വിട്ടുപോകാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണമെന്ന് പലപ്പോഴും ആസാമിൽ മുറവിളി ഉയർന്നതാണ്. അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി ശബ്ദങ്ങൾ ഉയർന്നതാണ്. പക്ഷേ അതൊന്നും മതത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വരുന്ന ഏതൊരു രാജ്യത്തുമുള്ള ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന കുടിയേറ്റക്കാരെ, രാജ്യവിരുദ്ധമായി കടന്നു വരുന്ന ഒരാളെയും ഈ രാജ്യത്തൊരു സെക്കൻഡ് പോലും വെച്ചു പുറപ്പിക്കണമെന്ന് പറയുന്നവരല്ല പൗരത്വ ബില്ലിനെതിരെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പറയുന്നവരല്ല രാജ്യത്തെ മുസ്ലിമീങ്ങൾ. ഇന്ത്യ രാജ്യത്തൊരു മുസ്ലിം നാമധാരി രാജ്യവിരുദ്ധമായി ഇടപെടുന്നുണ്ടെങ്കിൽ അവനെ ഏറ്റവും ആദ്യം രാജ്യത്തിന്റെ നിയമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള രാജ്യസ്നേഹമുള്ളവരാണ്. ചേക്കുട്ടി പോലീസിനെ കൈകാര്യം ചെയ്ത മാപ്പിള മലബാറിലെ മുസ്ലിമീങ്ങളുടെ പിന്തലമുറക്കാരെന്ന് രാജ്യത്തുള്ള ഏത് ജനതക്കും അറിയുന്നതാണ്. ആസാമിൽ അത് നടപ്പിലാക്കി, മതകീയമായി നടപ്പിലാക്കിയപ്പോ സഹോദരന്മാരെ, ആദ്യം അത് സ്വതന്ത്രമായി നടപ്പിലാക്കുകയാണ്. ആസാമിൽ മതം നോക്കാതെ ആ പൗരത്വ ബില്ല് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോ 40 ലക്ഷം ആളുകളാണ് രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്.
അങ്ങനെ 40 ലക്ഷം ആളുകൾ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ചുറ്റുപാട് വന്നപ്പോ 7800 കോടിയോളം രൂപ ചെലവിട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ട ആളുകൾ രാജ്യത്ത് നിയമപരമായ പോരാട്ടം നടത്തിയപ്പോൾ 20 ലക്ഷത്തിൽ ചില്ലാനും വരുന്ന ആളുകൾ ആ പോരാട്ടത്തിനൊടുവിൽ അവർ രാജ്യത്തിന്റെ ആളുകളായി വിധി വരികയാണ്. അങ്ങനെ 20 ലക്ഷത്തിൽ ചില്ലാനും വരുന്ന ആളുകൾ രാജ്യത്തിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോഴോ 19 ലക്ഷത്തിൽ ചില്ലാനും വരുന്ന ആളുകൾ രാജ്യത്തിന്റെ പുറത്ത് നിർത്തപ്പെടുകയായിരുന്നു. ആ പുറത്ത് നിർത്തപ്പെടുന്ന 19 ലക്ഷത്തിൽ ചില്ലാനും വരുന്ന ആളുകളിൽ 6 ലക്ഷമായിരുന്നു മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇതര മതസ്ഥരായിരുന്നു. അങ്ങനെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഈ പൗരത്വ ബില്ലിന്റെ പേരിൽ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്ന് വരുമ്പോഴാണ് ഫാസിസ്റ്റ് അജണ്ട പേറുന്ന രാജ്യവിരുദ്ധരായ ഭരണാധികാരികള് നിയമം വീണ്ടും ചുട്ടെടുക്കുകയാണ്. മുസ്ലിമീങ്ങളെ മാത്രം വിഭാഗീയമായി തെരഞ്ഞുപിടിച്ച് പുറത്താക്കപ്പെടുന്ന തലത്തിലേക്ക് ആ ബില്ലിനെ സങ്കുചിതമായി ഒന്നുകൂടി ചുരുക്കിക്കെട്ടുകയാണ്. അങ്ങനെ മറ്റുള്ള മതക്കാർക്ക് മുഴുവനും ഇളവ് കൊടുത്ത് ആ 19 ലക്ഷത്തിൽ ചില്ലാനം വരുന്ന പുറത്താക്കപ്പെട്ട ജനതയിൽ നിന്ന് 6 ലക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മാത്രം തടങ്കൽ പാളയങ്ങളിലേക്ക് തള്ളി രാജ്യത്തിന്റെ എല്ലാ പൈതൃകങ്ങളെയും കൊന്നുകളഞ്ഞ് രാജ്യത്ത് വിഭാവനം ചെയ്യപ്പെടുന്ന മതസഹിഷ്ണുതയെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് അന്ധമായ മതവിഭാഗീയതയുടെ വേലിയേറ്റങ്ങളുള്ള ഉത്തടങ്ങള് മുസ്ലിമീങ്ങളെ പുറത്താക്കാനും തടങ്കൽ പാളയത്തിൽ എറിയാനും നിയമം നിർമ്മിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ മാത്രം പുറത്തു പോകണം എന്ന ഘട്ടം വന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾ മാത്രം പുറത്തു പോകണം എന്ന തലത്തിലുള്ള നിയമം ചുട്ടെടുത്തിട്ട് ലജ്ജയില്ലാതെ ഫാസിസ്റ്റുകൾ ലോകത്തേത് കാലത്തും പയറ്റി തെളിയിച്ച പച്ചയായ കളവുകള് രാജ്യത്തെ ഭരണാധികാരികൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം രാംലീല മൈതാനിയില് തന്റെ അനുയായികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് കളവ് പറയാൻ യാതൊരു ലക്ഷ്യമില്ലാത്ത രാജ്യത്തിന്റെ ഭരണാധികാരി ആവർത്തിച്ചു പറയുന്നത് രാജ്യത്തെ പൗരന്മാരായ മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ്. ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയകളിലും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകളിലും തുല്യതയില്ലാത്ത പങ്കാളിത്തം വഹിച്ച ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിമിന്റെ പിന്തലമുറക്കാർ ഈ നിയമത്തിന്റെ പേരിൽ രാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് ഈ ഫാസിസ്റ്റ് ഭരണാധികാരികൾ അറിയാഞ്ഞിട്ടാണോ? രാജ്യത്തെ പൗരന്മാർക്ക് അതറിയാം. ഇനിയും സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, രാജ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഈ രാജ്യവിരുദ്ധ ശത്രുക്കളുടെ മുമ്പിൽ എല്ലാം പണയപ്പെടുത്തി പോരാട്ടത്തിനിറങ്ങിയ സൈനിക സേവനം നടത്തിയ സനാഉല്ല എന്ന് പറയുന്ന ഒരു മുസ്ലിം സൈന്യാധിപന്റെ പിന്തലമുറക്കാര് ഈ ബില്ലിലൂടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. കാർഗിൽ യുദ്ധത്തിലടക്കം രാജ്യത്തിന് വേണ്ടി രാജ്യവിരുദ്ധരോട് പോരാടി വീര്യമൃത്യു വരിച്ച സൈന്യത്തിന്റെ പിന്തലമുറക്കാര് മുസ്ലിമായി പോയതിന്റെ പേരിൽ ഈ ബില്ലിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്. രാജ്യത്ത് ജനിച്ച് രാജ്യത്ത് പ്രവർത്തിച്ച് രാജ്യത്തിന്റെ സംഭാവനകളിൽ നല്ല സംഭാവനകൾ അടയാളപ്പെടുത്തിയ ആളുകൾ മുസ്ലിമായി പോയതിന്റെ പേരിൽ അവരുടെ പിന്തലമുറക്കാർ സഹോദരന്മാരെ ഈ രാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്. ആ പുറന്തള്ളപ്പെടുമ്പോഴോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന മുസ്ലിമല്ല എന്നതിന്റെ പേരിൽ മാത്രം പൗരത്വം നൽകപ്പെടുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരായി ചേർക്കപ്പെടുകയാണ്. എത്ര വലിയ കിരാതവും ക്രൂരവുമാണിത്. 7 പതിറ്റാണ്ടുകാലം ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ മഹാരാജ്യം ഉയർത്തിപ്പിടിച്ച അതിന്റെ ഏറ്റവും നല്ല സഹിഷ്ണുതാപരമായ സൗന്ദര്യത്തെയല്ലേ ഈ ഭരണാധികാരികൾ തെച്ചു തകർക്കുന്നത്? ഈ പ്രതിസന്ധികളെല്ലാം നമ്മൾ പറയുമ്പോ അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്, രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം ലഭിക്കേണ്ടത് ഭൗതികമായ വഴികളിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. എങ്ങനെയാണ് ഈ രാജ്യത്തെ ഒരു പ്രശ്നം, ഈ രാജ്യത്തിന്റെ ഒരു പ്രശ്നം അത് കുറച്ചുകൂടി കൂടുതൽ ബാധിക്കുന്ന സമുദായം എന്ന നിലക്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? സംശയമില്ല, ആ പ്രതിസന്ധിയെ നമ്മൾ മറികടക്കേണ്ടത് രാജ്യത്തെ മതേതര ജനങ്ങളുടെ തോളത്ത് കൈവച്ചുകൊണ്ടാണ്. ഇന്ത്യ വിഭജന കാലത്ത് രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ കേട്ട ഇതിനേക്കാളും ഭയാനകമായ മുദ്രാവാക്യമുണ്ട്. എന്തായിരുന്നു ആ മുദ്രാവാക്യം എന്ന് പറയുന്നത്? ഒന്നിരിക്കൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ എന്ന് നമ്മുടെ മലബാറിന്റെ തെരുവുകളിൽ പോലും ഒരു കാലത്ത് മുഴങ്ങിക്കെട്ടിരുന്നുവെങ്കിൽ
എങ്കിൽ ആ പാകിസ്ഥാനോ ഖബറിസ്ഥാനോ തെരഞ്ഞെടുക്കാൻ ആഹ്വാനം ചെയ്ത് രാജ്യവിരുദ്ധരായ ഫാസിസ്റ്റുകള് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ തെരുവുകളിൽ ഉറഞ്ഞുതുള്ളിയപ്പോ രാജ്യത്തുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് കൈനീട്ടി കാവൽ നിന്നത്, രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ സങ്കടങ്ങളിൽ കരളുപറിച്ച് കൈ തന്ന് കൂടെ നിന്ന ഈ രാജ്യത്തെ മതേതര ജനവിഭാഗങ്ങളാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ മതേതര മനസ്സ് പേറുന്ന ലക്ഷക്കണക്കായ ഭാരതീയരുടെ മണ്ണാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആ ഇന്ത്യ രാജ്യത്തിന്റെ മതേതര മനസ്സിന്റെ തണലിന് കീഴില് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്. ആ സുരക്ഷിതത്വ ബോധം നിലനിൽക്കെ തന്നെ രാജ്യം അനുവദിച്ചു തന്ന സമരമുറകളിൽ സഹോദരന്മാരെ, രാജ്യത്തെ മതേതര മനസ്സുള്ളവരുടെ കൂടെ തോളത്ത് വെച്ച് നമ്മൾ സമരം ചെയ്യണം. ഇതൊരു മുസ്ലിം ഐക്യത്തിന്റെ പ്രശ്നമായി ഇപ്പുറത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും സംഘടിച്ചുകൊണ്ട് മാത്രം തീർക്കേണ്ട പ്രശ്നങ്ങളല്ല. ഐക്യവേദികളിലൂടെയോ അല്ലെങ്കിൽ മുസ്ലിം കൂട്ടായ്മക്ക് പകരം മനുഷ്യ കൂട്ടായ്മ, ഭാരതീയരുടെ കൂട്ടായ്മയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള മാർഗം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായം നിയമവിധേയമായ അത്തരം സമരമുറകൾ രാജ്യത്തെ മതേതര മനസ്സുള്ളവരുടെ കൂടെ ചേർന്നുകൊണ്ട് നിർവഹിക്കുമ്പോൾ തന്നെ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഭൗതികമായ കാഴ്ചപ്പാടുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെട്ട ചരിത്രവുമില്ല. നമുക്കറിയാം, രാജ്യത്തെ ലോകത്തെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങള് ഒരിക്കലും അംഗബലം കാണിച്ചുകൊണ്ട്, ആയുധബലം കാണിച്ചുകൊണ്ട് ഒരു ശത്രുവിനെയും നേരിട്ടത് നമ്മുടെ മുമ്പിലില്ല. മാപ്പിള മലബാറിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാരായ രാജ്യവിരുദ്ധര് നമ്മുടെ പൂർവികർ നേരിട്ടത് എങ്ങനെയാണ്? അവന്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വം സൃഷ്ടിച്ചെടുത്ത തീത്തുപ്പുന്ന തോക്കുകളോട് എങ്ങനെയാണ് മലബാറിലെ മുസ്ലിമീങ്ങൾ പോരാടിയത് എന്നത് ബ്രിട്ടീഷുകാർ തന്നെ എഴുതി വെച്ച ചരിത്രത്തിലുണ്ട്. മഞ്ചേരിയിൽ കാർഷിക ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രിട്ടീഷ് വിരുദ്ധ മുസ്ലിം പോരാട്ടത്തില് 190ഓളം വരുന്ന മുസ്ലിമീങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് രണഭൂമിയിൽ വീണ് കിടക്കുമ്പോ ആ യുദ്ധക്കളത്തിലെ ചരിത്രം ബ്രിട്ടീഷ് വൈസ്രോയി തന്നെ തന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നത്, ആ പടർക്കളത്തിൽ വീണ് കിടക്കുന്ന മരണപ്പെട്ടുപോയ മുസ്ലിം പോരാളികളുടെ കൈകളിൽ ഉണ്ടായിരുന്നത് ബദർ പടപ്പാട്ടിന്റെ കിസ്സപ്പാട്ടുകളായിരുന്നു. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പുസ്തകം, ആ പുസ്തകം വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് അവർ അണിനിരന്നത് എന്ന് സഹോദരന്മാരെ ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, മലബാറിലെ മുസ്ലിമീങ്ങളുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് ബ്രിട്ടീഷുകാർ മലബാറിൽ കൊണ്ടുവന്ന കരിനിയമമുണ്ട്. എന്തായിരുന്നു ആ കരിനിയമത്തിൽ ഉണ്ടായിരുന്നത്? മലബാറിലെ മാപ്പിളമാർ ഇനി മന്ത്രിച്ചൂതാൻ പാടില്ല, മലബാറിലെ മാപ്പിളമാര് മക്ബറയിലേക്ക് പോകാൻ പാടില്ല, മലബാറിലെ മാപ്പിളമാർ ഏലസ് കെട്ടാൻ പാടില്ല. ഇങ്ങനെയുള്ള ആധ്യാത്മികമായ ആയുധങ്ങളെ ആയിരുന്നു ബ്രിട്ടീഷുകാർ പേടിച്ചതെങ്കിൽ, അങ്ങനെയുള്ള ആത്മീയമായ മുറകളെയായിരുന്നു രാജ്യത്ത് നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ മുന്നോട്ട് വന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭൗതികമായ സകലമാന സമരമുറകളും നിയമവിധേയമായി നമ്മൾ നടത്തുമ്പോൾ തന്നെ മുസ്ലിമീങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം അത് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി പോകരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു പ്രതിസന്ധി വ്യക്തമായി വരച്ചു കാണിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്റെ അനുയായികളോട് വിശദീകരിക്കുകയാണ്, ഈ ലോകത്ത് വരാൻ പോകുന്ന എന്റെ സമുദായത്തിന്റെ വലിയ വിപത്തുണ്ട്. ആ വിപത്ത് എന്താണെന്ന് ഹബീബായ തങ്ങൾ വിശദീകരിക്കുകയാണ്. ആർത്തിയോടെ കാലങ്ങളായി വിഷം തൊട്ടിയ വയറുമായി ജീവിച്ച മനുഷ്യന്റെ മുമ്പിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകപ്പെടുമ്പോൾ ആ ഭക്ഷണത്തെളികയിലേക്ക് എത്രത്തോളം അത്യാർത്തിയോടെയാണ് ആ മനുഷ്യൻ തന്റെ വിശപ്പകറ്റാൻ വേണ്ടി കൈനീട്ടുന്നത്. അതുപോലെ ഈ സമുദായത്തിനു നേരെ 4 ഭാഗങ്ങളിൽ നിന്നും ശത്രുക്കൾ കൈനീട്ടുന്ന കാലം വരുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുയായികളോട് വിശദീകരിച്ചു കൊടുക്കുമ്പോ ആ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾ അന്ന് ന്യൂനപക്ഷമായതുകൊണ്ടാണോ, ഈ ഉമ്മത്ത് അംഗബലം കുറഞ്ഞു പോയതുകൊണ്ടാണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറയുന്ന മറുപടി എന്താണ്? ഒരിക്കലും അംഗബലം കുറഞ്ഞു പോയതുകൊണ്ടല്ല, മറിച്ചു ഒലിപ്പ് വെള്ളത്തിൽ ഒലിച്ചിറങ്ങുന്ന വേസ്റ്റുകളെ പോലെ
ഈ സമുദായം ആയിപ്പോകുന്ന കാലമാണ്. ഒലിപ്പ് വെള്ളത്തിൽ ഒലിച്ചു വരുന്ന വേസ്റ്റുകളുടെ പ്രത്യേകത, ആചാരാക്കാന്റെ തെങ്ങുംതോട്ടത്തിലെ തേങ്ങയും അത്തോട്ടത്തിൽ നിന്ന് തന്നെ കാലുവഴുതി വീണ നായയുടെ ശവവും ആ വെള്ളത്തിൽ ഒന്നിച്ചൊലിച്ചു വരികയാണ്. നന്മയും തിന്മയും സമ്മിശ്രമായി സംഗമിച്ചുപോയ, ഹക്കും ബാത്തിലും കലർന്നുപോയ, നീതിയും അനീതിയും പരിഗണിക്കാത്ത ഒരു സമുദായമായി ഈ സമുദായം അധപ്പതിച്ചു പോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഈ ഉമ്മത്ത് ഒരു പോരാട്ടത്തിലും അംഗബലം കാണിച്ചുകൊണ്ട് വിജയിച്ചിട്ടില്ല. നിങ്ങൾ നോക്ക്, ഇന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇത്രത്തോളം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ ഫാസിസ്റ്റ് ഭരണാധികാരികൾക്ക് കൈപ്പൊക്കി പൗരത്വ ബില്ലിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൈപ്പൊക്കുന്ന എംപിമാരിൽ കൂടുതൽ എംപിമാരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഉത്തർപ്രദേശത്തിൽ നിന്നാണ്. എന്താണ് ഉത്തർപ്രദേശിന്റെ പ്രത്യേകത? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 70-ഓളം വരുന്ന ഉത്തർപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വിധി നിർണയിക്കാൻ പവറുള്ളത് ആ മണ്ഡലങ്ങളിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണെന്ന് കണക്കുകൾ ബോധ്യപ്പെടുത്തുമ്പോ മുസ്ലിമീങ്ങൾക്ക് വിധി നിർണയിക്കാൻ സ്വാധീനമുള്ള അത്തരം മണ്ഡലങ്ങളിൽ നിന്ന് പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രാജ്യത്തെ മുസ്ലിമീങ്ങളെ ആട്ടിയോടിക്കാൻ കൈപൊക്കുന്ന മുസ്ലിം വിരുദ്ധരായ എംപിമാരാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ സമരത്തിനിറങ്ങുമ്പോ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ അസ്തിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ആ സമര പോരാട്ടത്തിൽ നമുക്ക് പ്രചോദനം നൽകേണ്ടത്, നമുക്ക് സുരക്ഷിതത്വ ബോധം നൽകേണ്ടത് ഭൗതികമായ സന്നാഹങ്ങൾ മാത്രമല്ല, അതിനേക്കാളേറെ ആധ്യാത്മികമായ പ്രചോദനങ്ങളാണ്, ആത്മീയമായ പിൻബലങ്ങളാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ഈ പ്രതിസന്ധി നമ്മിലേക്ക് വരുമ്പോ ഈ ഉമ്മത്തിന്റെ ആധ്യാത്മിക നായകന്മാര് മുഴുവനും നമ്മളോട് പല ആത്മീയമായ കർമ്മങ്ങളും പഠിപ്പിക്കുകയാണ്. മാപ്പിള മലബാറിലെ മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷുകാരെ തുരത്തിയോടിച്ചതുപോലെ ബ്രിട്ടീഷുകാരെ റാവരപ്പിച്ചതിന്റെ പിൻബലമായി നിന്ന ആധ്യാത്മിക ആശയങ്ങള് ആദരണീയരായ പാണക്കാട് ഹൈദരലി തങ്ങള് സമുദായത്തോട് പറഞ്ഞു, നിങ്ങൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലണോ, നൂറ് സാദാത്ത് ബയാർത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ യാസീനോദണോ. ഖലീൽ തങ്ങളും കാന്തപുരം ഉസ്താദും അടക്കമുള്ള നമ്മുടെ ആധ്യാത്മിക നായകന്മാർ, റഈസുൽ ഉലമ അടക്കമുള്ള നമ്മുടെ സമുന്നതരായ നേതാക്കള് നമ്മളോട് സ്വലാത്തു ചൊല്ലാൻ പറയുമ്പോ, ദിക്റ് ചൊല്ലാൻ പറയുമ്പോ, പ്രാർത്ഥിക്കാൻ പറയുമ്പോ അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രചോദനം. അത് വെച്ചുകൊണ്ടല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നമ്മൾ ഇറങ്ങുമ്പോ ആ സമര പോരാട്ടങ്ങളും ചവറുകളെ പോലെയാകരുത്, ഹക്കും ബാത്തിലും കൂടിക്കലർന്നതായി പോകരുത്, അതേ ബിദ്അത്തും സുന്നത്തും കലർന്നു പോകുന്നതാകരുത്. ഈ ഒരു കെട്ടകാലത്ത് മുസ്ലിം പ്രതിസന്ധിക്ക് പരിഹാരം തേടി രാജ്യത്തെ മുസ്ലിം നേതാക്കൾ ആത്മീയമായും ഭൗതികമായും കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ആലോചിക്കുമ്പോ, പറ്റാവുന്ന മുഴുവൻ സമരമുറകളും എല്ലാ സുഹൃത്തുക്കളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, സമുദായത്തിലെ നേതാക്കൾ ഈ ഉമ്മത്തിനോട് നാരിയത്ത് ചൊല്ലാൻ പറഞ്ഞതിനെ, ഖുർആനോദാൻ പറഞ്ഞതിനെ രാജ്യത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പരിഹസിക്കുകയാണ്. ഈ രാജ്യത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പുരോഹിതന്മാർ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ നാരിയത്ത് സ്വലാത്തുകളും ആത്മീയമായ കർമ്മങ്ങളെ മുഴുവനും പല്ലിളിച്ച് പരിഹസിക്കുകയാണ്. ഈ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെച്ച് ഏകമുഖമായ മനോഭാവങ്ങളോട് ഭാരതീയർ മുഴുവനും തെരുവിലിറങ്ങുമ്പോ രാജ്യത്തെ എല്ലാ സംഘടനകളും അവരുടെ ഔദ്യോഗികമായ അഡ്രസ്സില് പൗരത്വ ബില്ലിനെതിരെ രാജ്യത്തിന്റെ തെരുവുകളിൽ സമരമുഖത്തിറങ്ങിയപ്പോ ഈ രാജ്യത്തെ KNM അടക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട സംഘടനകള് ഔദ്യോഗികമായും അറിയപ്പെടുന്ന രീതിയിലുമുള്ള ഒരു റാലിയോ ഒരു സമര പരിപാടിയോ ഈ പൗരത്വ ബില്ലിനെതിരെ നടത്തിയിട്ടില്ല എന്നതുകൂടി നമ്മൾ ചേർത്തി വായിച്ചുകൊണ്ട് വേണം രാജ്യത്തെ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോ. നേരത്തെ തന്നെ നമ്മുടെ ആത്മീയ നേതാക്കന്മാര് നമ്മളോട് പറഞ്ഞത്, നമ്മൾ മനുഷ്യ കൂട്ടായ്മയിൽ പങ്കാളിത്തമുണ്ട്, പൗരത്വ ബില്ലിനെതിരെ രാജ്യത്തെ
മുഴുവനും മനുഷ്യർ അണിനിരക്കുന്ന സമര പോരാട്ടങ്ങളിൽ നമ്മൾ അണിനിരന്നുകൊണ്ട് ഭാരതത്തെ തിരിച്ചുപിടിക്കാനുള്ള മതേതര സംവിധാനങ്ങളിൽ മുഴുവനും നമ്മൾ സാന്നിധ്യമാണ്. പക്ഷേ ഒറ്റുകാരായ ആളുകൾ ആത്മീയമായ വഴികളിലൂടെ രാജ്യത്തെ മുസ്ലിം പ്രശ്നത്തിന് പരിഹാരം തേടി അതിന് പ്രചോദനം നൽകുന്ന ഹൈദരലി തങ്ങൾ പാപ്പ ഒരു നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് അതിനെ പല്ലിളിച്ച് പരിഹസിക്കുന്നവരെ പ്രചോദിപ്പിക്കുന്ന പ്രത്യാശാസ്ത്രം ഏതാണ്? അവരെ ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്ന വ്യാകുലതകൾ എന്താണ്? ഈ ഉമ്മത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ്, ഈ ഉമ്മത്ത് ഖുർആൻ ഓതുന്നതാണ്. ഏത് സമയത്തും ഈ സമുദായത്തിന്റെ ഒറ്റുകാരായി നിന്നവരാണ് അവരൊക്കെ. മുത്തലാഖിനെതിരെ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണകൂടം ഒരു നിയമനിർമ്മാണം ചുട്ടെടുക്കുമ്പോ അത്തരം മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സംഘടനകളിലെ വനിതാ വിങ്ങുകള് ആ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ചെയ്തതെന്താണ്? നരേന്ദ്രമോദിയുടെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുത്തലാഖ് രാജ്യത്ത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നവരാണ് അവര്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ സമര പോരാട്ടങ്ങൾ ആത്മീയതയിൽ അധിഷ്ഠിതമാണ്. ഇനിയും ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഈ ഉമ്മത്തിന്റെ വിജയങ്ങൾക്കൊരിക്കലും മതവിരുദ്ധമായ മാനദണ്ഡങ്ങൾ ഒരിക്കലും വിജയം നിശ്ചയിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഉമ്മത്തിനോട് പറഞ്ഞത്, സ്ത്രീകളുടെ കൈകളിൽ ആരധികാരമേൽക്കുന്നുവോ, ആര് സ്ത്രീകളുടെ കൈകളിൽ അധികാരമേൽപ്പിക്കുന്നോ അവർക്ക് വിജയമില്ലെന്നാണ്. സ്ത്രീകളുടെ കൈകളിൽ നേതൃത്വം ഏൽപ്പിക്കുന്നവർ ആ കാലത്ത് ഭൂമിയുടെ പതലങ്ങളെക്കാൾ അടിഭാഗമാണ് ഖൈറെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ച നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴോ നിരീശ്വരവാദികളും നിർമ്മിതവാദികളും പുത്തൻവാദികളും ഒക്കെ മലബാറിലെ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ അവരുടെ ഹിജാബ് മാറ്റിവെച്ച് തെരുവിലേക്ക് ഇറക്കാനുള്ള എല്ലാ പദ്ധതികളും പയറ്റി പരാജയപ്പെട്ടിട്ട് മുസ്ലിമീങ്ങൾ അടക്കമുള്ള ഭാരതീയരുടെ ഈ വികാരത്തെ ഭയപ്പെടുത്തി അവതരിപ്പിച്ച് ഈ രാജ്യത്തെ മുഴുവൻ കവലകളിലും ഇതുവരെ അടുക്കളയിൽ ഇരുന്ന മുസ്ലിം പെണ്ണുങ്ങളെ തെരുവിലിറക്കാനും റാലി നടത്തിക്കാനുമുള്ള വൃത്തികെട്ട ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഒരിക്കലും ഈ ഉമ്മത്തിന്റെ വിജയം സ്ത്രീകളുടെ എണ്ണം കൂട്ടിയിട്ടല്ല. ഈ സമുദായം ഏറ്റവും കൂടുതൽ ലോക ചരിത്രത്തില് അല്ലാഹ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ രാജ്യത്ത് ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ബദറിന്റെ പോർക്കളത്തിലെ വിജയം മുസ്ലിമീങ്ങൾക്ക് ആവശ്യമായിരുന്നു. ആ ബദറിന്റെ പോർക്കളത്തിൽ മുസ്ലിമീങ്ങൾ അംഗസംഖ്യ കുറവാണ്, ആയുധം കുറവാണ്, ആരോഗ്യം കുറവാണ്. എന്നിട്ട് പോലും അങ്കുലി പരിമിതമായ ബദർ പോർക്കളത്തിലെ മുസ്ലിം പോരാളികളുടെ കൂടെ നിർത്താൻ ആ മുസ്ലിം കുടുംബങ്ങളിലെ മഹിളകളാകുന്ന സ്വഹാബി വനിതകള്, ആ സ്വഹാബി ഉമ്മമാര് ബദറിന്റെ പോർക്കളത്തിലെ പോരാട്ട വീതിയിലേക്ക് ഈ ഉമ്മത്ത് പ്രവാചകന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ആ വൃത്തികെട്ട മതവിരുദ്ധമായ വഴികളിലൂടെ ഇഴഞ്ഞു നീങ്ങിയിട്ട് ഈ ഭൗതികമായ സംവിധാനങ്ങളിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ഈ ഉമ്മത്തിനെ ഇത്തരം തടങ്കൽ പാളയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. നമ്മൾ ആത്മീയമായ ധാരയിലേക്ക് കൂടി ചേർന്ന് നിൽക്കുക. ഇനിയും പറയട്ടെ സഹോദരന്മാരെ, ആ സമര പോരാട്ടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ മറ്റൊരു കെണിവല നടക്കുന്നുണ്ട്. ആ കെണിവല എന്ന് പറയുന്നത് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ആ തീവ്രവാദികൾ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നാണെങ്കിലും ഹൈന്ദവതയുടെ പക്ഷത്തു നിന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ഫലത്തിൽ അവരെല്ലാം ഒരു കക്ഷിയാണ്. ഒരു തീവ്രവാദത്തിന് വളരണമെങ്കിൽ അതിനൊരു പ്രതി തീവ്രവാദം വേണം, ഒരു ഫാഷിസത്തിന് വളരണമെങ്കിൽ അതിനൊരു പ്രതി ഫാഷിസം വേണം. അതുകൊണ്ട് ആ മുസ്ലിം രാജ്യത്തെ പൗരന്മാര് നടത്തുന്ന രാജ്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള സമര പോരാട്ടങ്ങള് ഒരു ഭാഗത്ത് ഫാസിസ്റ്റുകൾ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട പ്രധാനമന്ത്രി, മതേതര ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, ജനാധിപത്യ ഇന്ത്യയിൽ നിന്ന് ഭൂരിപക്ഷം തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നിലവിലുള്ള സംവിധാനങ്ങൾക്കെതിരെ കൊണ്ടുവന്ന ഒരു നിയമത്തിനെതിരെ രാജ്യത്തെ കലാലയങ്ങളില്, രാജ്യത്തിന്റെ കവലകളില്, ഈ രാജ്യത്തിന്റെ ആസ്ഥാന നഗരിയായ ഡൽഹി അടക്കമുള്ള മുഴുവൻ കവലകളിലും പട്ടണങ്ങളിലും തെരുവോരങ്ങളിലും സമരം ആളിക്കത്തുമ്പോ നിർലജ്ജതയോടെ നിർവികാരത്തോടുകൂടെ ഭാരതീയരെ മുഴുവനും പല്ലിളിച്ച് പരിഹസിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് ആ സമരം നടത്തുന്ന ആളുകൾ ആരാണ് എന്നത് അവരുടെ വേഷം നോക്കിയാൽ കണ്ടാൽ അറിയുമെന്നാണ്. രാജ്യം എവിടേക്കാണ് പോകുന്നത്? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികള് രാജ്യത്തെ പൗരന്മാരുടെ വേഷം
ശേഷവും അവന്റെ ഉടുമുണ്ടടിച്ചുകൊണ്ടും നിർണയിക്കുന്ന പൗരന്മാരുടെ വില നിശ്ചയിക്കുന്ന, പൗരന്മാരുടെ അവകാശ സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്ന, പൗരന്മാരുടെ സമര പോരാട്ടങ്ങൾക്ക് മാർക്കിടുന്ന ഒരു വൃത്തികെട്ട അധപ്പതനത്തിലേക്ക് ഇന്ത്യ പോയാൽ അവിടെയാണ് ഇന്ത്യ എന്ന ആശയം തകർക്കപ്പെടുന്നത്. അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം നശിച്ചു പോകുന്നത്. രാജ്യത്തെ പൗരന്മാരോട് ഭരണാധികാരി നിർലജ്ജം വിളിച്ചു കൂവുകയാണ്. ആ സമരം നടത്തുന്നത് ആരാണ് എന്ന് ഈ രാജ്യത്തുള്ള പ്രധാനമന്ത്രി പറയാണ്. അവരുടെ വേഷം നോക്കിയാൽ അറിയാം. പക്ഷേ ആ പ്രസ്താവനയോടും പ്രതികരിക്കാൻ മുമ്പിൽ നിന്നത്, കാഞ്ചി വലിക്കാൻ കയ്യിൽ പിടിച്ച തോക്കിന്റെ മുമ്പിൽ തന്റെ ഷർട്ടടിച്ച് തന്റെ നെഞ്ചിലൂടെ തന്റെ വയറിലൂടെ തൂക്കിയിട്ട പൂനൂല് പ്രദർശിപ്പിച്ച് ആ പൂനൂല് ഉയർത്തിക്കാട്ടി പട്ടാളക്കാരന്റെ മുമ്പില്, പോലീസുകാരന്റെ മുമ്പില് നെഞ്ചു വിരിച്ച് തന്റെ പൂനൂല് കാണിച്ച് ഇത് വേഷമാണ് നിർണയിക്കുന്നതെങ്കിൽ കണ്ടോളൂ എന്റെ പൂനൂൽ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു കാണിച്ച ഭാരതീയരുടെ മണ്ണാണ് സഹോദരന്മാരെ ഈ മണ്ണ്. ആ ഭാരതീയരുടെ ആ മനസ്സിനെ നമ്മുടെ ആപക്കമായ ഇടപെടൽ കൊണ്ടൊരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ വികാരപരമായ സമീപനങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ മുസ്ലിം നാമധാരികളായ തീവ്രവാദികൾ കൊണ്ടുവരുന്ന ഹൈജാക്കിയൻ തന്ത്രങ്ങൾ വെച്ചുകൊണ്ട് ആ മതേതര മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടാൽ തകരുന്നത് ഇന്ത്യയാണ്, നഷ്ടം വരുന്നത് മുസ്ലിമീങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ പ്രധാനമന്ത്രി പറയുന്നത് അങ്ങനെയാണ്. മാത്രമല്ല, ഈ പൗരത്വ ബില്ലിനെതിരെയുള്ള സമരങ്ങൾ അക്രമാസക്തമാവുക എന്നത് ഈ ഫാസിസ്റ്റുകളുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി മംഗളൂരു അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ നടന്ന സമരങ്ങളിലെല്ലാം, അതുപോലെ ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികളുടെ സമരങ്ങളെ മുഴുവനും ലോകത്തിന്റെ മുമ്പിൽ തെറ്റായ രീതിയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി രാജ്യത്തെ ഭരണാധികാരികളുടെ നാണയത്തുട്ടുവിനോട് മാത്രം, ആ ഭരണാധികാരികളോട് മാത്രം പ്രതിബദ്ധത കാണിക്കുന്ന ചില പോലീസുകാര് സമരം നടത്തുന്നവരാണ് പൊതുമുതൽ നശിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കാൻ രാജ്യത്തിന്റെ പൊതുമുതലിന് കാവലിരിക്കേണ്ട നിയമപാലകർ പച്ചയായി ബസ്സുകൾ തല്ലിയൊടുക്കുന്നത്, പച്ചയായി വീടുകൾക്ക് കല്ലെറിയുന്നത്, പച്ചയായി രാജ്യത്തെ പൊതു സംവിധാനങ്ങൾ തച്ചുടക്കുന്നത് ഇപ്പം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പക്വമതികളായ മുസ്ലിം നേതാക്കളുടെ പിറകിൽ അവരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് രാജ്യത്തെ വിശാല മനസ്സുള്ള മതേതര ബോധമുള്ള മനുഷ്യരുടെ തോളത്ത് കൈവച്ചുകൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്ന, തകർക്കപ്പെടാൻ പോകുന്ന ഇന്ത്യ മഹാരാജ്യം, 7 പതിറ്റാണ്ട് കാലം രാജ്യത്തെ മതേതര മനസ്സുള്ള മനുഷ്യമക്കള് വിയർപ്പും രക്തവും കൊടുത്ത് വളർത്തിയെടുത്ത ഇന്ത്യയെ തിരിച്ചു പിടിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള പോരാട്ടം നമ്മൾ നയിക്കണം. അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം നടത്തപ്പെട്ട ഹർത്താലിനെതിരെ രാജ്യത്തെ മുസ്ലിം നേതാക്കൾ ആഹ്വാനം ചെയ്തത്. ആ ഹർത്താൽ അടക്കമുള്ള സംഗതികള് രാജ്യത്തെ ഇത്തരം സമരങ്ങളിൽ നിന്നും മതേതര മനസ്സുള്ളവരെ മാറ്റി നിർത്താൻ കാരണമാവുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാര്, കേരളത്തിന്റെ ഗവൺമെന്റുകളും ഭരണപ്രതിപക്ഷ കക്ഷികളുമൊക്കെ ഈ ബില്ലിനെതിരെ കേരളം ഒറ്റക്കെട്ടാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുമ്പോ കേരളത്തിന്റെ പൊതു സംവിധാനത്തിന് നഷ്ടം വരുത്തുന്ന രീതിയിൽ കേരള ഗവൺമെന്റിന്റെ KSRTC-കള് പൗരത്വ ബില്ലിന്റെ പേരിൽ തച്ചുടക്കുന്നതിന്റെ ബുദ്ധിരാഹിത്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരാകണം മുസ്ലിമീങ്ങള്. അതുകൊണ്ട് നമ്മൾ ആത്മീയതയിലൂടെ മുന്നോട്ട് പോവുക. ആ ആത്മീയ സരണിയെ ചേർത്ത് വെച്ചുകൊണ്ട് അതോടൊപ്പം ഭൗതികമായ സംവിധാനങ്ങളുടെ കൂടെ നിൽക്കുക. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അതാണ്. ഭൗതികമായ മുസ്ലിം സമുദായത്തിന്റെ വഴികളിൽ എല്ലാം ഭൗതികമായി നോക്കിക്കാണുന്ന ഒരു പ്രവണത വരികയാണ്. ഇസ്ലാമിലെ ആത്മീയതയെ, ഇസ്ലാമിലെ ആരാധനകള് എല്ലാം ഭൗതികമായി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആത്മീയതയിലേക്ക് തിരിച്ചു പോകലാണ് നമ്മുടെ പ്രതിസന്ധിക്ക് മുഴുവനുമുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സരണിയിലൂടെ മുന്നേറുക എന്നതാണ് അതിന്റെ പരിഹാരം.